അദ്ദുബാ വൽ ബിത്തീഖു മിൻ തുആമിൽ ജന്ന ഹദീസിൽ കാണാം. ചുരക്ക ചുരങ്ങ എന്ന് പറയുന്ന ഈ സാധനവും അതുപോലെ തന്നെ തണ്ണിമത്തനും സ്വർഗത്തിന്റെ ഭക്ഷണത്തിൽ പെട്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ ചുരക്ക എന്ന് പറയുന്നത് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണം. അത് ഏത് സാധനവും ചുരക്ക ചുരങ്ങ പച്ചക്കറിയിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പച്ചക്കറിയിൽ ഒരു പച്ച നീണ്ടിട്ടുള്ളതാകുന്ന ഒരു വെജിറ്റബിൾ ആണ്, പച്ചക്കറിയിൽപ്പെട്ട ഒരു ഭാഗമാണെന്ത് ചുരക്ക. മലബാറിൽ ചുരങ്ങ എന്ന് പറയും, തെക്ക് ഭാഗത്ത് ചുരക്ക എന്ന് പറയും. ഏതായിരുന്നാലും ആ സാധനം എന്ത് ചെയ്യുക, ഭയങ്കര ഗുണമുള്ള സാരിയാണ്. ശരീരത്തിന്റെ ക്ഷീണം പോവും, അതിസാരം, വിളർച്ച, വയറിളക്കം, മറ്റു ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ മാറും. ശരീരത്തിന് നല്ല പുഷ്ടിപ്പെടും, ശരീരം നല്ല സിഹത്തിലേക്ക് വീണ്ടെടുക്കും. യൂനുസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നിർദ്ദേശിച്ചതാകുന്ന മരുന്ന് അതായിരുന്നു. അത് കഴിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം പുഷ്ടിപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം. മത്സ്യം കൊണ്ടുപോയി ഛർദ്ദിച്ചു വെച്ചു. 40 ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല മത്സ്യത്തിന്റെ വയസ്സിൽ കഴിഞ്ഞുകൂടിയ ബഹുമാനപ്പെട്ടവർ നമുക്കറിയാം. ഒരു മീനിന്റെ വയറ്റിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന എന്ന് പറയുന്നത് ശരീരമാസകരം വിളറി വെറുക്കും, അല്ലാത്തതാകുന്ന ഒരു രൂപഭാഗമാണ്. അദ്ദേഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരിസരത്ത് ഒരു മനോഹരമാകുന്ന വൃക്ഷത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് സൃഷ്ടിച്ചു. വഅംബത്ന അലൈഹി ശജറത്തൻ മിൻ യഖ്തീൻ. പരിശുദ്ധ ഖുർആൻ പറയാൻ വളരെ മനോഹരമാക്കപ്പെട്ടതാകുന്ന ഒരു വൃക്ഷം, ഒരു വള്ളികൾ പടർന്നു ബന്ധിരിക്കുന്നതാകുന്ന ഒരു വൃക്ഷത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിസരത്ത് കൊണ്ടുവന്നു. അത് മറ്റൊന്നുമല്ല, ചുരക്ക ചുരങ്ങ എന്നൊക്കെ പറയുന്ന മനോഹരമാക്കപ്പെട്ടതായ വൃക്ഷമാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ വള്ളികൾക്കും ആ ചെടികൾക്കും അതിന്റെ അടുക്കലേക്ക് ഒരിക്കലും ഈച്ച വരൂല. മത്സ്യം കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കക്കി വെച്ചതിൽ ഈച്ച വന്ന് പൊതിയാൻ തുടങ്ങിയപ്പോൾ ആ ഈച്ചയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരിസരത്ത് ഈ വള്ളിച്ചെടി പടർത്തി. ഈ വള്ളിച്ചെടിയുടേതാകുന്ന മണവും അതിൻ്റെതാകുന്ന ആ സൗരഭ്യവുമൊന്നും ഈച്ചയ്ക്ക് പിടിക്കൂല. ഈച്ച അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈച്ചയ്ക്ക് വളരെ അസ്വസ്ഥതയാണ്. ഈച്ച മാറി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയാടിനെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും അതിന്റെ പാല് ബഹുമാനപ്പെട്ടവരുടെ വായിൽ ചുരുത്തി കൊടുത്തു. കൃത്യമായി കുടിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ബഹുമാനപ്പെട്ടവർ ആ നാട്ടിലേക്ക് തന്നെ പോയി വർഷങ്ങളോളം ദീനീ ദഅവത്ത് നടത്തുകയും ആ നാട്ടുകാർ മുഴുവൻ വിശ്വാസികളായി തീരുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരക്ക ഇട്ടതാകുന്ന ഇറച്ചിക്കറി വെക്കും. ഈ ചുരങ്ങ ഇട്ടതാകുന്ന ഇറച്ചിക്കറി കണ്ടാൽ ആ ഇറച്ചിക്കറിയിൽ നിന്ന് ചുരങ്ങ ഇങ്ങനെ പറക്കി തിന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് കണ്ടിട്ട് ഞാനും എൻ്റെ വീട്ടിൽ എപ്പോഴും എന്ത് ചെയ്യും, ചുരങ്ങയുടെ കറി എപ്പോഴും വാങ്ങുകയും അത് വെക്കുകയും ചെയ്യും. അപ്പൊ നമ്മളും ഇഷ്ടപ്പെടാൻ, നബിതങ്ങൾ ഇഷ്ടപ്പെട്ട, യൂനുസ് നബി അലൈഹി സ്വലാം ഇഷ്ടപ്പെട്ട അദ്ദുബാ വൽ ബിത്തീഖു മിൻ തുആമിൽ ജന്ന ഹദീസിൽ കാണാം. ചുരക്ക ചുരങ്ങ എന്ന് പറയുന്ന ഈ സാധനവും അതുപോലെ തന്നെ തണ്ണിമത്തനും സ്വർഗത്തിന്റെ ഭക്ഷണത്തിൽ പെട്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, ഇവിടെ ഇത് തിന്ന് മടുത്ത് ഇനി സ്വർഗത്തിൽ ചെന്നാൽ ഇത് തന്നെയാണോ എന്ന് കരുതരുത്. സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളെ ഇവിടുത്തെ വളരെ വ്യത്യാസമായിരിക്കും. അതിന്റെ ടേസ്റ്റ് വർണ്ണനാതീതമാണ്. അല്ലാഹു ഇത് കഴിക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് ബത്തക്ക, തണ്ണിമത്തൻ, ബിത്തീഖ്, അതും അതുപോലെ തന്നെ ചുരക്ക ചുരങ്ങ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ഈ പച്ചക്കറിയൊക്കെ എന്തിൽപ്പെട്ടതാണ്? മിൻ തുആമിൽ ജന്ന, സ്വർഗത്തിന്റെ ഭക്ഷണത്തിൽപ്പെട്ടതാണ്. അല്ലാഹു ഇത് ധാരാളം ഭക്ഷിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് കഴിക്കാം, അത് ധാരാളമായി കഴിക്കാം. ഞാൻ ചുരുക്കി പറയാം, അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ.